പൊള്ളലേറ്റ ഭാഗത്ത് പൊള്ളലിന്റെ ആ ഒരു പ്രശ്നം കുറയ്ക്കാനായിട്ട് പേസ്റ്റ് തേക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? പേസ്റ്റ് മാത്രമല്ല, ചിലര് തേനും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. തീർത്തും ഗുണകരം എന്ന് തോന്നുന്ന ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. എങ്ങനെയാണെന്നല്ലേ പറയാം. വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. പൊള്ളിയ ഭാഗത്ത് പേസ്റ്റ് പുരട്ടുമ്പോൾ നമ്മുടെ ചർമ്മത്തിലൂടെ പേസ്റ്റിലെ രാസപദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് കിടക്കാനും അണുബാധ ഉണ്ടാകാനും കാരണമാകും. മാത്രമല്ല, പൊള്ളിയ ഭാഗത്ത് കുമിളകൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ചിലര് ഈ കുമിളകൾ പൊട്ടിച്ചു കളയാൻ ശ്രമിക്കാറുണ്ടല്ലേ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. പകരം ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത് വരെ ഈ കുമിളകൾ നനഞ്ഞ തുണി കൊണ്ട് അയഞ്ഞ രീതിയിൽ കെട്ടിയിട്ട് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാം. ഇനി അടുത്തത്, പൊള്ളലേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൽ തീ പടർന്നിട്ടുണ്ടെങ്കിൽ ചിലര് നനഞ്ഞ തുണി ഉപയോഗിച്ചും വെള്ളം ഉപയോഗിച്ചും ആ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. തീർത്തും അനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. മാത്രമല്ല, പൊള്ളിയ ഭാഗത്ത് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് ഉപയോഗിക്കാനായി, ഡോക്ടർ പറയുന്ന മരുന്ന് ഉപയോഗിക്കാനായി ശ്രമിക്കണം. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അണുബാധയുടെ ഭാഗമായി പനി നമുക്ക് വരാനും സാധ്യതയുണ്ട്. സോ ഇത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളലിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ മറക്കരുത്, പൊള്ളിക്കഴിഞ്ഞാൽ ശരീരത്തിൽ പേസ്റ്റോ തേനോ കാപ്പിപ്പൊടിയോ മഷിയോ അങ്ങനെയുള്ള യാതൊരു പദാർത്ഥങ്ങളും ഉപയോഗിക്കാതിരിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.